പലപ്പോഴും ഭർത്താക്കന്മാര് സ്ത്രീകളുടെ സ്വഭാവ മാറ്റങ്ങൾ വരുന്ന സമയത്ത് മണിച്ചിത്രത്താഴിലെ നാഗവല്ലിനെയാണ് ഉപമപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ആ ചിത്രത്തിൽ കാണിക്കുന്നത് ഒരു സിവിയർ മെന്റൽ ഡിസോർഡർ ആയ ഡിസോസിയേഷൻ ഡിസോർഡർ ആണ്. മുമ്പൊക്കെ ഈ ഡിസോസിയേഷൻ ഡിസോർഡർ എന്നുള്ളത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഈ ഒരു ഡിസോർഡർ ഉണ്ടാവാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർ ചൈൽഡ്ഹുഡിൽ അനുഭവിച്ച ട്രോമകൾ കാരണമാണ്. അതായത് ചെറുതു മുതലേ അവര് ഇപ്പം കഥകൾ കേട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പേടിച്ചിട്ടോ ഒക്കെ അവരുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ചില സംഭവങ്ങളാണ് പിന്നീട് അഡൾട്ട് ആയിരിക്കുന്ന സമയത്ത് അവരുടെ ഈ സ്വഭാവ മാറ്റത്തിനൊക്കെ കാരണമാവുന്നത്. ഡിസോസിയേഷൻ ഡിസോർഡറിന്റെ ഒരു മെയിൻ സിംറ്റം എന്ന് പറയുന്നത് അവരുടെ സ്വഭാവം പെട്ടെന്ന് മാറാം. അതായത് വേറെ തന്നെ ഒരു പേഴ്സണാലിറ്റിയിലോട്ടേക്ക് അവരുടെ സ്വഭാവം മാറാം. അതുപോലെ തന്നെ അവരുടെ ശബ്ദങ്ങളിൽ വ്യത്യാസം വരാം. അതുപോലെ തന്നെ അവര് വയസ്സിൽ വ്യത്യാസം വരുന്ന രീതിയിൽ അവരുടെ സ്വഭാവ മാറ്റം കാണാം. അപ്പം ഇതൊക്കെ നമുക്ക് സൈക്കോതെറാപ്പിയിലൂടെ അതുപോലെ തന്നെ മെഡിക്കേഷൻസിലൂടെയും ട്രീറ്റ് ചെയ്യാവുന്നതാണ്.